സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ഇരട്ടച്ചങ്കനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള നേതാവ് ശ്രീ പിണറായി വിജയൻ സഖാവ്, അത് കേവലം ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് നമുക്ക് ഇഷ്ടമുള്ളത്. അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠതയൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നതും സ്നേഹിക്കാത്തതുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. കുറ്റങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള കുറ്റങ്ങൾ അദ്ദേഹവും ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് പാർട്ടിയും ആയിക്കോട്ടെ, എല്ലാവരും കുറച്ച് അഴിമതിയും കാര്യങ്ങളൊക്കെ കാണിക്കും. ശ്രീ പിണറായി വിജയൻ സഖാവ് അങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിൽ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലോടൊക്കെ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു നേതാവ് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തിനോട് താല്പര്യമുണ്ട്. ഒരിക്കലും ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഏത് പാർട്ടിയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം. പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കരുതെന്ന് ഞാൻ പറയുകയാണ്. നല്ലത് ആര് ചെയ്താലും അവരോടൊപ്പം നിൽക്കുക. തന്തയ്ക്ക് പുറക്കാഴികയും തോന്നിവാസവും ആര് ചെയ്താലും അവരെ എതിർക്കുക. ഇതാണ് എൻ്റെ നയം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നയം. അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ നിലകൊള്ളും. ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം, മോശം കണ്ടാൽ മോശമാണെന്നും പറയണം. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ എന്താണ് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഉന്നത കുലജാതൻ, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, അദ്ദേഹം കലിംഗ സംവാദ പരിപാടികളൊക്കെ പലയിടങ്ങളിലും പോയിട്ട് കണ്ടക്ട് ചെയ്യുന്നു. അവിടെയെല്ലാം പോയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. ജനങ്ങൾക്ക് നല്ല ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നു. സുമനസ്സുകൾക്കെല്ലാം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് എല്ലാ ആളുകൾക്കും ഇടയിൽ ഒരുപാട് തരംഗമാകാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപി എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ സുരേഷ് ഗോപി എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു ഉന്നത കുലജാതനാണ്, അല്ലെ ഒരു സവർണ തമ്പ്രാക്കനാണെന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് വലിയൊരു സവർണ മേധാവിത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ആധുനിക തലമുറകൾക്കിടയിൽ, അല്ലെ ആധുനിക കാലഘട്ടത്തിലും ഇങ്ങനത്തെ ജാതീയ അതിർവരമ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇടയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. ഇന്ന് ജാതിയില്ല മതമില്ല എന്ന് പലരും പറഞ്ഞ് പലതവണ ആണയിട്ട് പറയാൻ ശ്രമിക്കുമ്പോഴും അതൊക്കെ വേണം. ഇവിടെ ജാതി വേണം, മതം വേണം, ഇതെല്ലാം ഇവരുടെയൊക്കെ മുകളിൽ, അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മുകളിൽ ഉന്നത കുലജാതനായിട്ടുള്ള എന്നെ പോലെയുള്ള ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിലേ അവരുടെ ഉന്നമനം നന്നാവുകയുള്ളൂ, അല്ലെ ഉന്നമനം സാധ്യമാവുകയുള്ളൂ എന്നൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ഭാഷ്യം. ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത് മനുഷ്യനിലാണ്. ഈ ജാതീയത അല്ലെ രാഷ്ട്രീയം എന്നതിനേക്കാളൊക്കെ അപ്പുറം മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗുണസവിശേഷതകളുണ്ട്. നമുക്കറിയാം മമ്മൂക്ക, നമ്മുടെ എല്ലാവരുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ, അല്ലെ മഹാനടനം മമ്മൂക്ക ഒരു വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്തിനാണ് ജാതി, മതം, നിറം, ഇതൊക്കെ എന്തിനാണ്? ഈ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്നതല്ലേ ഏറ്റവും വലിയ ജാതി, അല്ലെ ഏറ്റവും വലിയ മതം? നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പ്രകൃതിക്ക് ജാതിയില്ല, മതമില്ല, നിറമില്ല. നമ്മുടെ ഈ വെള്ളത്തിനും അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾക്കും ഒന്നും ഒരു ജാതിയുമില്ല, ഒരു മതവുമില്ല. മനുഷ്യരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ജാതിയും മതവും ഒക്കെ. എന്തിനാണ് അതൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത്? പണ്ട് നമ്മുടെ പൂർവികർ ഉണ്ടാക്കി വെച്ചൊരു ജാതീയ ശ്രേണിയൊക്കെ ഉണ്ട്. ഈ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറയുന്ന, ഈ ദളിതർ എന്നൊക്കെ പറയുന്ന ഒരു ശ്രേണി, അതെന്തിനാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് മമ്മൂക്ക ചോദിച്ചത്. ചോദിക്കാൻ ഒരു കാര്യമുണ്ട് കേട്ടോ. മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഒരുപാട് വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനാണ് മമ്മൂക്ക. പക്ഷേ ആണത്തം ഉള്ളതിൻ്റെ പേരിലും മൂക്കിന് താഴെ മീശ വെച്ചത് അത് ആരുടെയും മുന്നിൽ പണയം വെക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളൊരു ധാർഷ്ട്യം അയാളുടെ മനസ്സിലുള്ളത് കൊണ്ടുമൊക്കെയാണ് ഇതിൻ്റെ ഒന്നും മുൻപിൽ മമ്മൂക്ക അടിപതറാതെ നിന്നിട്ടുള്ളത്. ആ ആണത്തം ഉള്ളതുകൊണ്ടും സ്വന്തം കാലിൽ ജീവിക്കുന്നത് കൊണ്ടും തന്നെയും ഒരു സംഘികളുടെയും അടിമപ്പെടുത്തലുകൾക്ക് ഇരയാക്കപ്പെടാത്ത ഒരു മനുഷ്യനായിട്ട് തന്നെ മമ്മൂക്ക, അല്ലെ മമ്മൂട്ടി യുഗം ഇപ്പോഴും നാളിതുവരെയും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ജീവിതാവസാനം വരെയും മമ്മൂക്ക അങ്ങനെ തന്നെ ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഞാൻ പറയാൻ വന്നതെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അതിൽ ഞാനൊരു പോസ്റ്റ് ചെയ്യാൻ വായിക്കാം. എന്തായാലും റിപ്പോർട്ടർ ചാനൽ കണ്ടൊരു പോസ്റ്റാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സിനിമയിൽ ജാനകി, സീത എന്ന പേരുകൾ ഇടാൻ കഴിയാത്ത സാഹചര്യം. ഇത്തരം തിട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി ജാതിയും മതവും നോക്കാതെ കലകൾ അവതരിപ്പിക്കുക. മുഖ്യമന്ത്രി: കലയെ മതത്തിൻ്റെ കണ്ണിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുണ്ട്. ഇത്തരം തിട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി ജാതിയും മതവും നോക്കാതെ കലകൾ അവതരിപ്പിക്കണം. ഇത് നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഒരു വേദിയിൽ വെച്ചിട്ട്, കുട്ടികളുടെ ഈ കലോത്സവ വേദിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്. അതും വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല. ആ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഉന്നത കുലജാതൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെയൊക്കെ ഉന്നത കുലജാതനായിട്ടുള്ള സുരേഷ് ഗോപിജി, ഞാൻ ഉന്നത കുലജാതനാണ്, എന്നെ പോലെയുള്ളവരൊക്കെ വേണം,
എനിക്ക് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരെ കാണുമ്പോൾ, ബ്രാഹ്മണരെ കാണുമ്പോൾ ഒരുപാട് പ്രണയമാണ്. എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം അടുത്ത വർഷമെങ്കിലും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറയുന്നതെന്നും ആ വേദിയിലേക്ക് അതേ സമയത്ത് സുരേഷ് ഗോപി ആ വേദിയിലേക്ക് കയറി ചെല്ലുന്നു. സുരേഷ് ഗോപി ഇരുത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയുന്നത്. അത് പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല, എന്നെ ഇവിടെ ഇരുത്തിക്കൊണ്ട് മച്ചമ്പി നമുക്കിട്ടാണല്ലോ പണിയുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആരും അറിയാത്ത രീതിയിൽ, അതായത് ഞാൻ ശരിക്കും ചമ്മി, എന്നാൽ അത് ആരും അറിയാൻ പാടില്ല, അവർക്ക് മുൻപിൽ നമുക്ക് അഭിനയിച്ചിരിക്കാം, ഇങ്ങനെ പറയുന്നത് പോലെ എന്തൊക്കെയോ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. അവരുടെ തൊട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക. കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാ മതത്തിലുംപ്പെട്ട കുട്ടികൾ ഒന്നിച്ചവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട്. കണ്ടില്ലേ, സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ചാണകസംഖ്യയായിട്ടുള്ള നമ്മുടെയൊക്കെ സുരേഷ് ഗോപിയെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ രീതിയിലൊരു പ്രസംഗം നടത്തണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഗട്ട്സ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് കേന്ദ്രമന്ത്രിയാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ വേദിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തിട്ടൂരങ്ങളെ ഈ നാട്ടിൽ നിന്ന് തന്നെ അകറ്റി നിർത്തണമെന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്കെന്ന് പലപ്പോഴും പറയുമ്പോഴും അതൊക്കെ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, ചില കാര്യങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും അത് കാണുകയാണ്. ആ സുരേഷ് ഗോപി അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തിട്ടൂരങ്ങളെ ഇവിടെ നിന്ന് നമ്മൾ പറത്തിക്കളയണം, കാറ്റിൽ പറത്തിക്കളയണം എന്നാണ് പറയുന്നത്. ഇതിന് മുൻപ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാനത് പ്ലേ ചെയ്യുന്നതിന് മുൻപാണ് ഈ വീഡിയോയിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതായത് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ വേദിയിലേക്ക് ഉന്നത കുലജാതൻ വരുന്നത്. ഈ ഉന്നത കുലജാതൻ എന്നുള്ള സ്വയമേ വിചാരമുള്ള കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആളുകളെ പറ്റിയാണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും സുരേഷ് ഗോപിക്ക് ഇട്ടുകൊടുത്തൊരു കൊട്ട് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. വീഡിയോ കണ്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നിക്കാണും. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു കാലത്ത് പല കലകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ ഉള്ളിൽ മാത്രമായി വരുന്നുണ്ട് ഒതുങ്ങി നിന്നിരുന്നു. ഇപ്പൊ ആ സൈഡിൽ കൂടെ നൈസായിട്ട് കയറിയിട്ടുണ്ടേ. ജാതി ജന്മി നാടുവാഴിത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത്. ആ ജാതിക്കാരുമായോ മറ്റ് ജാതിക്കാരുമായോ മതക്കാരുമായോ അവർ ഇടകലർന്നിരുന്നില്ല. ഞാൻ ബാക്കി കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഒരു കലിംഗ സംവാദ പരിപാടിയിൽ വെച്ചിട്ട് സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാവരും കേട്ട് കാണും. അത് പറഞ്ഞത്, ഞാൻ 3000 ഏക്കറോളം കൃഷിഭൂമി കുട്ടനാട്ടിലുള്ള ഒരു കർഷകൻ്റെ, ഒരു ജന്മിയുടെ കൊച്ചുമകനാണ്. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഇവിടെ പിൻ ചെയ്തിടാം. ആ വീഡിയോ നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതായത് 3000 ഏക്കർ കൃഷിഭൂമി കുട്ടനാട്ടിലുള്ള ഒരു ജന്മിയുടെ കൊച്ചുമകനാണ് ഞാൻ, എനിക്ക് അഭിമാനിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ കൈയടിക്കാൻ വേണ്ടി കുറച്ച് മരവാഴകൾ അവിടെ ഇരിപ്പുണ്ട്. ഇവനൊക്കെ ചാണകം 4 നേരം മൃഷ്ടാനമായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറഞ്ഞാലും കയ്യടി, എന്ത് വിടുവായത്തരം പറഞ്ഞാലും കയ്യടി. ശരിക്കും മുഖ്യമന്ത്രി ഈ പറയുന്ന കേന്ദ്രമന്ത്രിക്ക് നല്ലൊരു പണിയായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. സവർണ തമ്പ്രാക്കൻ, ജന്മി എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ള മനസ്സിലുള്ള ആളുകളെ അങ്ങനെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ ആ കാര്യങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അവരുടെ മനസ്സിലെ ആ വൃത്തികെട്ട ചിന്താഗതി അതിനെ വലിച്ചു കീറുക എന്ന് പറയുന്നത്, നമുക്ക് ഡയറക്റ്റ്ലി കാണുമ്പോൾ നമുക്ക് പലർക്കും പല കാര്യങ്ങളും പറയാൻ മടിയാണ്. എന്നാൽ നമ്മൾ ഇൻഡയറക്റ്റ്ലി അവർ കാണാതെ മറ്റുള്ളവരോട് പലതും പറയും. പക്ഷേ അത് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിലും ആ ഒരു ഗട്ട്സിനെ ഞാൻ അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗട്ട്സിനെ ഞാൻ നമിക്കുകയാണ്. ബാക്കി വീഡിയോ കണ്ടു നോക്കാം. അപൂർവങ്ങളിൽ ചിലതാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. സ്റ്റാലിനൊക്കെ ഇതുപോലെയൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമുക്ക് കേരളത്തിന് നല്ലൊരു ഇരട്ടച്ചങ്ങനെ കിട്ടി, അല്ലെങ്കിൽ നിലവാരവും ഉള്ളൊരു മനുഷ്യനെ കിട്ടി. അതിൽ നമുക്ക് അഭിമാനിക്കാം. ബാക്കി കണ്ടു നോക്കാം. തൊട്ടുകൂടായ്മയും തിരടിക്കൂടായ്മയും അവരെ അകറ്റിയിരുന്നു, തമ്മിൽ അകറ്റുന്ന നിലയുണ്ടായിരുന്നു.
കലകളും സുരേഷ് ഗോപിക്ക് കൈയൊക്കെ കൊടുത്തു കേട്ടോ. ബാക്കി അതത് സമുദായങ്ങളിൽ ഒതുങ്ങി. ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും മതാധിഷ്ഠിതനും അധിഷ്ഠിതമായ പുതിയ കാലം പിറന്നതോടെ കലകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി. പക്ഷേ എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറിയെന്ന് നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറയുമ്പോഴും അങ്ങനെ അല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ സുരേഷ് ഗോപി പോലെയുള്ള ആളുകൾ. അതായത് വേടനൊരു പരിപാടി ചെയ്തപ്പോൾ ഇവർ പറഞ്ഞ എന്താ, വേടനെ പോലെയുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചെയ്യാനുള്ളതാണോ റാപ്പ് സംഗീതം എന്നുള്ള ചിന്താഗതികളൊക്കെയാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് അവിടെ പറഞ്ഞെടുത്ത് പറയുന്നത്. ഉന്നത കുലജാതനെന്ന് ഞാൻ ഫ്യൂഡൽ മാടമ്പിയാണെന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ രീതിയിൽ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതല്ല, നിങ്ങളും ചിന്തിച്ച് നോക്കുക. ഈ പ്രായത്തിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണം, ഇങ്ങനെ ചുറുചുറുക്കോട് കൂടി ചെറുപ്പക്കാർക്കിടയിലും അടിപൊളിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഗട്ട്സ് അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല, നിവൃത്തിയില്ല, അംഗീകരിച്ചേ പറ്റുള്ളൂ. മമ്മൂക്കയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. നിലപാടും നിലവാരവും ഈ രണ്ടു പേർക്കും ഒരുപോലെയാണ്. ആണത്തമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മുടെ പിണറായി വിജയൻ സഖാവ് ചില കാര്യങ്ങൾ മറക്കുന്നുണ്ടല്ലേ, കണ്ണടച്ച് പോകുന്നുണ്ട്. ഒരു പക്ഷേ അയാളുടെ തെറ്റായിരിക്കത്തില്ല, അയാളുടെ അണ്ടറിൽ വരുന്ന ആളുകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളായിരിക്കാം. പക്ഷേ അതിനും വേട്ടയാടപ്പെടുന്നത് ആരാണോ അതിൻ്റെ മേലിരിക്കുന്ന മേലധികാരി അയാളായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് പിണറായി വിജയൻ സഖാവ്. അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ സഖാവ് ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ സുരേഷ് ഗോപി വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. നാളെ ഇതിൻ്റെ പേരിൽ ഇനി വലിയ കോലാഹലങ്ങളും വേണമെങ്കിൽ കേരളം വരെ കത്തിക്കുന്ന രീതിയിൽ സംഘീപുത്രന്മാർ ഇറങ്ങാം. മിക്കവാറും ഫസൽക്കാരുടെ പരിപാടി തുടങ്ങി കാണും. പിണറായി വിജയൻ കേന്ദ്രമന്ത്രിയെ അധിക്ഷേപിച്ചു. സുഹൃത്തുക്കളെ, സംഘപരിവാർ ആ ഒരു പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ സഖാവ് ഇങ്ങനെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് പരിപാടിയായിട്ട് ഇറങ്ങാം. സംഘിപുത്രൻ്റെ പരിപാടി അത് തന്നെയാണല്ലോ, വേറൊന്നുമില്ല. ചാണകം 4 നേരം കൊടുക്കുന്നുണ്ടാവും കഴിക്കാൻ, ഗോമൂത്രം ഒരു സർബത്ത് പോലെയും കൊടുക്കുന്നുണ്ടാവും. പണിയെടുക്കണമല്ലോ, പണിയെടുക്കട്ടെ, അഹോരാത്രം പണിയെടുക്കട്ടെ. എന്തൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും ഇവിടെ മുഖ്യമന്ത്രി കാണിച്ചൊരു നിലപാട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാണിച്ചൊരു കാര്യം അത് വളരെ അഭിനന്ദനാർഹമാണ്. അത് ആരെയാണോ, അതായത് അർഹിക്കുന്ന ആളുകളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഇതിൽ ചിലരൊക്കെ കമന്റ് ഇടുന്നുണ്ട്, കുട്ടികളുടെ മനസ്സിലേക്ക് രാഷ്ട്രീയം കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ. ഇന്നത്തെ കുട്ടികൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ അല്ല അങ്ങനെ പറയുന്നൊരു പ്രസ്താവനയുടെ ഒരു പ്രസക്തിയില്ല. അപ്പോൾ അങ്ങനെ കുട്ടികൾ നല്ലത് കണ്ടും നല്ലതിനൊപ്പം വളർന്ന് ജീവിക്കണം, അല്ലെങ്കിൽ അതിനൊപ്പം ഇടപഴകി ജീവിക്കണം. അല്ലാതെ സുരേഷ് ഗോപി പറയുന്നത് പോലെ ഉന്നത കുലജാതന്മാരുണ്ടെങ്കിൽ ഇവിടെ സമൂഹത്തിന് ഉന്നതി ഉണ്ടാവുകയുള്ളൂ, അല്ലെ ഉന്നത കുലജാതന്മാരാണ് ഇവിടെ ആവശ്യം എന്നൊക്കെ പറയുന്ന ഒരു തീരുമാനത്തിനോട് അതിനോട് എതിർപ്പ് കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത് കുട്ടികൾക്കിടയിലാണെങ്കിലും മുതിർന്നവർക്കിടയിലാണെങ്കിലും കുട്ടികൾക്കിടയിലാണ് വേണ്ടത്. ആവശ്യമായൊരു ആളുകൾ അവർ തന്നെയാണ്. കാരണം ഇന്നത്തെ ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികൾ കണ്ടു പഠിക്കുന്നത് അവരുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആമണ്ഡല സത്യഭാമയെ പോലെയുള്ള മുത്തശ്ശിമാരൊക്കെ ഉള്ളൊരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, തീർന്നു. പിന്നെ അവരുടെ ഉള്ളിലും സംഘീപുത്രന്മാരുടെ അതേ ചിന്താഗതികളൊക്കെ ആയിരിക്കും. എന്നാലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള ജാതി കോമരങ്ങളെ അല്ലെ സവർണ തമ്പ്രാക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിച്ചമഞ്ഞ് നടക്കുന്ന ആളുകളെ മുന്നിരുത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കുന്ന ആ ഒരു വലിയൊരു മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു വലിയ ധൈര്യം, അതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇരട്ടച്ചങ്കൻ എന്നൊരു പേര് വിളിക്കുന്നത്. പക്ഷേ സഖാവേ, എല്ലാ കാര്യങ്ങളിലും താങ്കൾ ഇതുപോലെയുള്ള നിലപാടുകൾ എടുക്കണം. ഈ നിങ്ങളുടെ തീരുമാനങ്ങൾ ആ രീതിയിലായിരിക്കണം. ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാർട്ടി വല്ലാതെ അധപ്പതിച്ചു പോകുന്നു. ചില കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നു. പക്ഷേ ഏറ്റവും നല്ലൊരു കാര്യം, ഒരു പരിധി വരെ ഇപ്പോൾ അത് ചെറിയ ചേഞ്ചസ് വന്നു. എന്നാൽ ഇതിനു മുൻപ് ഒരു പരിധി വരെ സംഘികൾക്ക് മെഴുകാനായിട്ടൊരു കളം കൊടുക്കാതെ ഇരിക്കുകയായിരുന്നു നമ്മുടെ പിണറായി വിജയൻ സഖാവ്, ഇടതുപക്ഷവും. എന്നാൽ അതിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് വീഴ്ചകൾ, നല്ല വീഴ്ചകൾ വന്നു. ആ വീഴ്ചകൾ ഒരു മുതൽക്കൂട്ടാക്കിക്കൊണ്ട് സംഘപരിവാറും UDFും ഒക്കെ കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത് അധികം നാൾ ഉണ്ടാവില്ല. ഇവന്മാരുടെ ഉള്ളിലുള്ള ജാതീയ ബോധമെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഒരു പരിധിയിലേക്ക് ഒതുങ്ങി കൂടിക്കൊണ്ടിരിക്കണം. ഇവരിപ്പോൾ അധികം ജാതിയൊന്നും പറയുന്നില്ല. പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൽ ഇവർ പറയാതെ ഉറങ്ങിക്കിടക്കുന്ന ഏറ്റവും വലിയൊരു വിഷം, അതാണ് ജാതി, അതാണ് മതം, അതാണ് നിറം. ഇതിൻ്റെ പേരിൽ ഇനിയും ഇവന്മാർ വാതുറക്കും. പക്ഷേ അതിനൊരു അവസരം കൊടുക്കാതിരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ, ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.